ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരായ മഹായജ്ഞത്തിൽ നാടിന്റെ പിന്തുണ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വ്യാപനം തടയുന്നതിന് വിപുലമായ കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്നും മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയുടെ വികസിത രാജ്യമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് പ്രാദേശിക വികസന പദ്ധതികൾ അനിവാര്യമാണെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വിഴിഞ്ഞം തുറമുഖത്തിനായി 817 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിന് കരാർ ഒപ്പുവച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായ വൃത്തി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറുകൾ സംസ്ഥാനത്ത് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരായ മഹായജ്ഞത്തിൽ നാടിന്റെ പിന്തുണ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനായി സംസ്ഥാന സർക്കാർ വിപുലമായ കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരി വ്യാപനത്തെ ചെറുക്കുന്നത് ലക്ഷ്യമിട്ട് ഈ മാസം 16-ന് മതനേതാക്കളുടെ യോഗവും 17-ന് സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കും. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഏപ്രിൽ 16-ന് വിവിധ മതമേലധ്യക്ഷന്മാരുടെ യോഗവും 17-ന് സർവകക്ഷി യോഗവും വിളിച്ചു ചേർക്കും. വിപണനവും സംഭരണവും ഉപയോഗവും തടയാൻ ഓപ്പറേഷൻ ഡി ഹണ്ട് എന്ന കർമ്മപദ്ധതി കേരള പോലീസ് നടപ്പാക്കുകയാണ്. ആ ഡ്രൈവിന് സഹായകരമായ ഇന്റലിജൻസ് ഇൻപുട്ട് നൽകുന്നതിനായി ഡ്രഗ് ഇന്റലിജൻസ് ഡീൻഡ് എന്ന സംവിധാനം സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരെ സംസ്ഥാനം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്നും രാസലഹരി ഉപയോഗം വളരെ ഗൌരവമുള്ള പ്രശ്നമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി ഉപയോഗം തടയുന്നതിനുള്ള ഓപ്പറേഷൻ ഡി ഹണ്ട് കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ വികസിത രാജ്യമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് പ്രാദേശിക വികസന പദ്ധതികൾ അനിവാര്യമാണെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വയനാട് കൽപ്പറ്റയിൽ പുതുതായി ആരംഭിച്ച പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പാസ്പോർട്ടിനും അനുബന്ധ സേവനങ്ങൾക്കുമായി വയനാട്ടുകാർ അയൽ ജില്ലകളിലേക്ക് ദീർഘദൂരം സഞ്ചരിക്കണമെന്ന പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകുമെന്നും ജില്ലയിലെ പിന്നാക്ക വിഭാഗങ്ങൾക്കുൾപ്പെടെ ഇത് ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ അധികാരപരിധിയിൽ പ്രവർത്തിക്കുന്ന സേവാ കേന്ദ്രം പ്രതിദിനം 50 അപേക്ഷകർക്ക് വരെ സേവനം നൽകും. വിഴിഞ്ഞം തുറമുഖത്തിനായി കേന്ദ്ര സർക്കാരിന്റെ 817.80 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിനുള്ള 2 കരാറുകൾ മന്ത്രി VN വാസവന്റെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. കേന്ദ്രവും അദാനി പോർട്ട് കമ്പനിയും ബാങ്ക് കൺസോർഷ്യവുമായുള്ള ത്രികക്ഷി കരാറാണ് ആദ്യത്തേത്. തുറമുഖത്തു നിന്നുള്ള വരുമാനത്തിന്റെ 20% കേന്ദ്രവുമായി പങ്കിടുന്നതിന് സംസ്ഥാനവുമായുള്ളതാണ് രണ്ടാമത്തെ കരാർ. കരാറിൽ ഒപ്പിട്ടത് ചരിത്ര മുഹൂർത്തമാണെന്നും 2028ഓടെ റോഡ് റെയിൽ കണക്ടിവിറ്റി പൂർണ്ണതയിലെത്തിക്കാൻ സാധിക്കുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC തുർക്കിയെ ഇന്ന് ഉച്ചയോടെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തി. യൂറോപ്പിലേക്കുള്ള പ്രതിവാര ജെയ്ഡ് സർവീസിന്റെ ഭാഗമായാണ് കപ്പൽ വിഴിഞ്ഞത്തെത്തിയത്. വിഴിഞ്ഞത്തെത്തുന്ന 257ാമത്തെ കപ്പലാണ് MSC തുർക്കിയെ. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു തുറമുഖത്ത് ഇത്രയും വലിയ കപ്പൽ ബർത്ത് ചെയ്യുന്നത്. പ്രതിമാസം 1 ലക്ഷത്തോളം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്ന വിഴിഞ്ഞം തുറമുഖം ചരക്ക് നീക്കത്തിൽ ദക്ഷിണേന്ത്യയിൽ നിലവിൽ 1ാം സ്ഥാനത്താണുള്ളത്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാർ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിക്കുന്ന വൃത്തി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്തെ 19,093 പഞ്ചായത്ത് നഗരസഭാ വാർഡുകളെയും 1027 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും ഇതിനോടകം മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ മാസം 13 വരെ നടക്കുന്ന വൃത്തി കോൺക്ലേവിൽ 60 സെഷനുകളിലായി 200ഓളം വിദഗ്ധർ ആശയങ്ങൾ പങ്കുവയ്ക്കും. റിപ്പോ നിരക്ക് 6.25-ൽ നിന്നും 6% കുറച്ച് റിസർവ് ബാങ്ക്. മുംബൈയിൽ നടന്ന ധനനയ അവലോകന സമിതി യോഗത്തിലാണ് തീരുമാനം. ഇതോടെ ഭവന വാഹന വായ്പകളുടെ പലിശ നിരക്ക് കുറയും. സ്വർണ്ണ പണയ വായ്പകളിൽ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഏർപ്പെടുത്താനും റിസർവ് ബാങ്ക് തീരുമാനിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
വേവ്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എക്സാർ ക്രിയേറ്റർ ഹാക്കത്തോൺ മത്സരത്തിൽ തിരുവനന്തപുരം ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ് ലൂമെക്സാർ വിജയികൾ. ഇമേഴ്സീവ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ട്രാവൽ ഗൈഡ് എന്ന നൂതനാശയത്തിനാണ് പുരസ്കാരം. അംഗീകാരത്തിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രോജക്ട് ടീം ലീഡർ സാവിയോ മെനിഫർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ ഹാക്കത്തോണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഇവന്റിൽ നിന്ന് കിട്ടിയ ഒരുപാട് ഐഡിയാസ് നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. അതായത് ഒരു ആള് ഒരു ഹെഡ്സെറ്റ് ഇത് വെച്ചിട്ട് ഇത് കാണുമ്പോൾ അയാൾക്ക് അതായത് അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ ആ ഏരിയനെ പറ്റിയുള്ള ഒരു അവയർനെസ് ഇത് വഴി കിട്ടാൻ കഴിയും. ഈവൻ 3D ആയിട്ട് നമുക്ക് അവിടുത്തെ ഫുഡ് ഐറ്റംസും അവിടുത്തെ ലോക്കൽ ഡെസ്റ്റിനേഷൻ എല്ലാം കാണാൻ കഴിയും ഇതിലൂടെ. ഈ ഹാക്കത്തോൺ ജയിക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കും എന്റെ ടീംമേറ്റ്സിനും. എന്റെ ടീമിൽ 4 പേരായിരുന്നു. ഡിസൈൻ ലീഡ് എന്ന് പറയുന്നത് അവിനാഷാണ്, 3D ലീഡ് വിഷ്ണു, പിന്നെ പ്രോഗ്രാമിങ്ങിന് മിഥുൻ സജീവൻ. എക്സ്റ്റൻഡഡ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഹാക്കത്തോണിൽ 5 പേരാണ് പുരസ്കാര ജേതാക്കൾ. സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറുകൾ സംസ്ഥാനത്ത് നാളെ മുതൽ ഈ മാസം 19 വരെ പ്രവർത്തിക്കും. എല്ലാ താലൂക്കുകളിലെയും ഒരു പ്രധാന വിൽപ്പനശാല കേന്ദ്രീകരിച്ചാണ് ഫെയർ ക്രമീകരിക്കുന്നത്. കൺസ്യൂമർ ഫെഡിന്റെ വിഷു ഈസ്റ്റർ സഹകരണ ചന്തകളും വെള്ളിയാഴ്ച മുതൽ ഈ മാസം 21 വരെ തുറന്ന് പ്രവർത്തിക്കും. ത്രിവേണി സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെ 170 കൺസ്യൂമർ ഫെഡ് വിപണന കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ക്രമീകരിക്കുന്നത്. സംസ്ഥാനത്ത് ആരംഭിച്ച 4 വർഷ ബിരുദ പരിപാടി 2ാം വർഷത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി വിപുലമായ യോഗങ്ങൾ വിളിച്ചു ചേർക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സർവകലാശാലകളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന ആസൂത്രണ യോഗം ഏപ്രിൽ 22-ന് കേരള സർവകലാശാല സെനറ്റ് ചേംബറിൽ ചേരും. സർവകലാശാല വൈസ് ചാൻസലർമാർ, രജിസ്ട്രാർമാർ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. ഝാർഖണ്ഡ് സ്വദേശികളായ അച്ഛനമ്മമാർ 1.5 മാസം മുൻപ് സ്വകാര്യ ആശുപത്രി ഐസിയുവിൽ ഉപേക്ഷിച്ചു പോയ പെൺകുഞ്ഞിനെ നാളെ ശിശുക്ഷേമ സമിതി ഏറ്റെടുക്കും. കുഞ്ഞിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിധി എന്ന് പേരിട്ടു. 3 ആഴ്ച മാത്രം പ്രായമുള്ളപ്പോൾ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു പോയ കുഞ്ഞ് എറണാകുളം ജനറൽ ആശുപത്രിയിൽ പൂർണ്ണ ആരോഗ്യവതിയായി കഴിയുകയാണ്. കേരളവും തമിഴ്നാടും സംയുക്തമായി ഈ മാസം 24 മുതൽ 27 വരെ വരയാടുകളുടെ കണക്കെടുപ്പ് നടത്താൻ തീരുമാനിച്ചതായി വനമന്ത്രി എ കെ ശശീന്ദ്രൻ. ഇരവികുളം ദേശീയോദ്യാനം സ്ഥാപിതമായിട്ട് 50 വർഷം തികയുന്നതിന്റെ ഭാഗമായാണിത്. കേരളത്തിലെ 89 സെൻസസ് ബ്ലോക്കുകളിലും തമിഴ്നാട്ടിലെ 176 സെൻസസ് ബ്ലോക്കുകളിലുമാണ് കണക്കെടുപ്പ്. സിപിഐഎം തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് കരുവന്നൂർ സഹകരണ ബാങ്കിൽ അക്കൌണ്ട് ഇല്ലെന്ന് ഇഡിക്ക് ബോധ്യമായതായി കെ രാധാകൃഷ്ണൻ എം പി. താൻ സെക്രട്ടറിയായിരുന്ന 2017 അക്കൌണ്ട് തുടങ്ങിയതായി ഇഡി ഉദ്യോഗസ്ഥർ പറഞ്ഞതെങ്കിലും പരിശോധനയിൽ അക്കൌണ്ട് ഇല്ലെന്ന് തെളിഞ്ഞതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിൽ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ കെ.എൻ. ആനന്ദ്കുമാറിന് ജാമ്യമില്ല. 1000 കോടി രൂപയുടെ CSR ഫണ്ട് അഴിമതി കേസിൽ നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ആനന്ദ്കുമാർ. കേസിലെ മുഖ്യപ്രതിയായ അനന്തുകൃഷ്ണനിൽ നിന്ന് ആനന്ദ്കുമാർ നിരവധി മാസങ്ങളായി 10 ലക്ഷം രൂപ വീതം കൈപ്പറ്റിയതാണ് കേസിലെ ആരോപണം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നും, മലപ്പുറം, വയനാട് ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 379 പോയിന്റ് താഴ്ന്ന് 73,847-ലും നിഫ്റ്റി 136 പോയിന്റ് നഷ്ടത്തിൽ 22,399-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വർധന. പവന് 520 രൂപ കൂടി 66,320 രൂപയും ഗ്രാമിന് 8,290 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം പാർവതി പുത്തനാറിലും അനുബന്ധ കനാലുകളിലുമുള്ള മാലിന്യങ്ങൾ നീക്കി മഴക്കാലപൂർവ്വ ശുചീകരണം യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. മാലിന്യം കുന്നുകൂടി ഒഴുക്ക് നിലച്ച കനാലുകൾ വെള്ളപ്പൊക്കത്തിന് കാരണമായി മാറില്ലെന്ന് ഉറപ്പാക്കി മെയ് അവസാനത്തോടെ ശുചീകരണം പൂർത്തിയാക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരായ മഹായജ്ഞത്തിൽ നാടിന്റെ പിന്തുണ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലഹരി വ്യാപനം തടയുന്നതിന് വിപുലമായ കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്നും മുഖ്യമന്ത്രി. പ്രധാനമന്ത്രിയുടെ വികസിത രാജ്യമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് പ്രാദേശിക വികസന പദ്ധതികൾ അനിവാര്യമാണെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വിഴിഞ്ഞം തുറമുഖത്തിനായി 817 കോടി രൂപയുടെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കുന്നതിന് കരാർ ഒപ്പുവച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായ വൃത്തി കോൺക്ലേവിന് തിരുവനന്തപുരത്ത് തുടക്കം. സപ്ലൈകോ വിഷു ഈസ്റ്റർ ഫെയറുകൾ സംസ്ഥാനത്ത് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.